നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷമായിട്ടുള്ള സ്വഭാവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ ആദ്യം 3 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ഇനി 4ാമത്തെ പോയിന്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 4ാമത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷമായിട്ടുള്ള സ്വഭാവമാണ് എന്തെന്ന് പറയുന്നത്, യൂണിറ്ററി സ്വഭാവമുള്ള ഒരു ഫെഡറൽ സംവിധാനം. എന്താണ്? യൂണിറ്ററി സ്വഭാവമുള്ള ഒരു ഫെഡറൽ സംവിധാനം. ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ്. എന്താണ് ഒരു ഫെഡറൽ സിസ്റ്റം? എന്താണ് ഒരു യൂണിറ്ററി സിസ്റ്റം? ഒരു ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ത്യയുടെ ഭരണം എങ്ങനെയാണ്. ഒരു കേന്ദ്ര സർക്കാരുണ്ട്, സംസ്ഥാന സർക്കാരുകളുണ്ട്, പിന്നെ എന്താണ് അതിന് കീഴിലാണെങ്കിൽ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങനെ തട്ടുതട്ടായിട്ട് അധികാരം വിഭജിച്ചു നൽകുന്ന ആ രീതിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള അധികാര സ്രോതസ്സുകൾ തമ്മിൽ എന്താണ് അധികാര വിഭജനം നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ്? വിവിധ തലങ്ങളിൽ അധികാര വിഭജനം നടത്തുന്നു. ഇത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫെഡറൽ സിസ്റ്റം. ഒരു രാജ്യത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള എന്താണ് അധികാര സ്ഥാപനങ്ങൾ തമ്മിൽ എന്താണ് ഒരു അധികാര വിഭജനം നടത്തും. അതാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? നമുക്കൊരു കേന്ദ്ര സർക്കാരുണ്ട്, സംസ്ഥാന സർക്കാരുകളുണ്ട്, തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. ഇവരെന്താണ് വളരെ കൃത്യമായ രീതിയിൽ ഇവർ ആ അധികാര വിഭജനം നടത്തി ആണ് ഇന്ത്യയുടെ ഭരണം നടത്തുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ എന്തെന്ന് പറയുന്നത്, ഒരു ഫെഡറൽ സിസ്റ്റമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്ന് പറയുന്നത്. എന്നാൽ പൂർണ്ണമായിട്ടും ഒരു ഫെഡറൽ സിസ്റ്റമാണോ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്? അല്ല. ചില സമയങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം ഒരു യൂണിറ്ററി സ്വഭാവം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്താണ് യൂണിറ്ററി സ്വഭാവം എന്ന് പറയുന്നത്? എല്ലാ അധികാരങ്ങളും ഒരു കേന്ദ്രത്തിൽ നിലനിർത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ്? എല്ലാ അധികാരങ്ങളും ഒരു കേന്ദ്രത്തിൽ നിലനിർത്തുന്നതാണ് നിലനിർത്തുന്നതിനെയാണ് നമ്മൾ എന്ത്, യൂണിറ്ററി സിസ്റ്റം അല്ലെങ്കിൽ മലയാളത്തിൽ ഏകായത്ത സംവിധാനം എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഒരു ഫെഡറൽ സ്വഭാവമുള്ള രാജ്യമാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ ഇന്ത്യ എന്ത് കാണിക്കും, ചില കാര്യങ്ങളിൽ ഇന്ത്യക്ക് ഒരു യൂണിറ്ററി സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 4ാമത്തെ സവിശേഷ സ്വഭാവമാണ് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ്. അതായത് യൂണിറ്ററി സ്വഭാവമുള്ള ഒരു ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തെല്ലാമാണ് ആ ഫെഡറൽ സ്വഭാവങ്ങൾ, യൂണിറ്ററി സ്വഭാവങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. 1ാമത്തെ ഫെഡറൽ സ്വഭാവം എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് നമ്മൾ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് പറയാത്തത്. തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ പറയും, അത് പിന്നീടാണ്. കാരണം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ എന്താണ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാത്രമേ നിലവിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്ന് പറയുന്നത് എന്താണ്, അത് ഈ ഒരു ഫെഡറൽ സ്വഭാവത്തിന് ഉദാഹരണമാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഫെഡറൽ സ്വഭാവത്തിന് ഉദാഹരണമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. അവർ തമ്മിൽ എന്താണ് അധികാര വിഭജനം നടക്കുന്നുണ്ട്. അപ്പോ 2ാമത്തെ പോയിന്റ് എന്താണ്, അധികാര വിഭജനം. 2ാമത്തെ ഫെഡറൽ സ്വഭാവമാണ് അധികാര വിഭജനം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ലിസ്റ്റ് ഉണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ലിസ്റ്റ് ഉണ്ട്. ഈ സ്റ്റേറ്റ് ലിസ്റ്റിലും നിയമം നിർമ്മിക്കുവാനുള്ള അധികാരം എന്ന് പറയുന്നത് ആർക്കാണ്? സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ്. യൂണിയൻ ലിസ്റ്റിൽ നിയമങ്ങൾ നിർമ്മിക്കുവാൻ, അതിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? അത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ ഏതൊക്കെ വിഷയങ്ങളിൽ ആരൊക്കെ നിയമം നിർമ്മിക്കണമെന്ന് എന്താണ് ഇന്ത്യൻ ഭരണഘടന വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അതെന്താണ്? അത്
ആ രീതിയിലുള്ള അധികാര വിഭജനം എന്നുള്ളത് ഒരു ഫെഡറൽ സ്വഭാവമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കൺകറന്റ് ലിസ്റ്റ് ഉണ്ടല്ലോ, ആ കൺകറന്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കുമ്പോൾ ഒരേ നിയമം ഒരു വിഷയത്തിൽ തന്നെ ഒരേ നിയമം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നിർമ്മിക്കുകയാണെന്ന് വെക്കുക. അതിൽ ആരുടെ നിയമത്തിനായിരിക്കും പ്രാധാന്യം ലഭിക്കുക? അത് ഉറപ്പായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ നിയമത്തിനായിരിക്കും പ്രാധാന്യം ലഭിക്കുക. അതെന്താണ്? അതൊരു യൂണിറ്ററി സ്വഭാവമാണ്. അത് നമ്മൾ അവിടെ പറയും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും മാത്രമാണ് ഇവിടെ പറയുന്നത്. അധികാര വിഭജനം കൃത്യമായിട്ട് എന്താണ്? അധികാര വിഭജനം ഇന്ത്യൻ ഭരണഘടനയിൽ നടത്തിയിട്ടുണ്ട്. അതെന്തിന് ഉദാഹരണമാണ്? അത് ഫെഡറൽ സ്വഭാവത്തിന് ഉദാഹരണമാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കുക, ലിഖിത ഭരണഘടന. ലിഖിത ഭരണഘടന എന്നുള്ളത് എന്തിന് ഉദാഹരണമാണ്? ലിഖിത ഭരണഘടന എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഫെഡറൽ സ്വഭാവമാണ്. അതായത് ഫെഡറൽ സ്വഭാവത്തിന് ഉദാഹരണമാണ് ലിഖിത ഭരണഘടന എന്നുള്ളത്. ഇനി നാലാമത്തെ പോയിന്റ്, ഭരണഘടനയുടെ പരമാധികാരം. എന്താണ്? ഭരണഘടനയുടെ പരമാധികാരം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫെഡറൽ സ്വഭാവമാണ്. ഫെഡറൽ സ്വഭാവമുള്ള രാജ്യങ്ങളുടെ ഒരു പ്രത്യേകതയാണ് അവിടെ എന്താണ്? പരമാധികാരം എപ്പോഴും ആർക്കായിരിക്കും? അവിടുത്തെ ഭരണഘടനയ്ക്കായിരിക്കും. എന്നാൽ അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളിൽ ആർക്കായിരിക്കും പ്രാധാന്യം? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആർക്കാണ്? അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളിൽ പ്രാധാന്യം എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ പാർലമെന്റിനായിരിക്കും, സുപ്രീമസി ഓഫ് പാർലമെന്റ്. എന്നാൽ ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളിൽ ആർക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം ലഭിക്കുക? തീർച്ചയായിട്ടും അതിന്റെ പരമാധികാരം അല്ലെങ്കിൽ സുപ്രീമസി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനയ്ക്കായിരിക്കും. അപ്പോൾ ഭരണഘടനയുടെ പരമാധികാരം എന്ന് പറയുന്നത് എന്താണ്? അതും ഒരു ഫെഡറൽ സ്വഭാവത്തിന് ഉദാഹരണമാണ്. ഇന്ത്യയിൽ ഏറ്റവും പരമാധികാരമുള്ള എന്തിനാണ്? പാർലമെന്റിനേക്കാൾ മുകളിൽ തന്നെയാണ് ഇന്ത്യയിലെ എന്തിന്റെ സ്ഥാനം? ഇന്ത്യൻ ഭരണഘടനയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം സ്വതന്ത്രമായിട്ടുള്ള നീതിപീഠം. എന്താണ് സ്വതന്ത്രമായിട്ടുള്ള നീതിപീഠം? എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സ്വതന്ത്ര നീതിപീഠം എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവിൽ നിന്ന്, അതായത് കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് എന്താണ് നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതായത് നമ്മളുടെ ഭരണഘടന പറയുന്നുണ്ട് എത്ര കാലം ഒരു ജഡ്ജിയുടെ കാലാവധി, അവരുടെ ഡ്യൂട്ടികൾ എന്താണ്, മാത്രമല്ല അവരുടെ ശമ്പളം നൽകുന്നത് എന്താണ്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. മാത്രമല്ല ജഡ്ജിയായി റിട്ടയർ ആകുന്ന ഒരാൾക്ക് പിന്നീട് എന്താണ്? വക്കീലായി പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് അനുവാദമില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിഷ്കർഷിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നീതിപീഠം എക്സിക്യൂട്ടീവിന് വിധേയപ്പെടാതെ സ്വതന്ത്രമായി നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യയുടെ നീതിപീഠം എന്ന് പറയുന്നത് എന്താണ്? വളരെ സ്വതന്ത്ര സ്വഭാവം ഉള്ളതാണ്. അതുകൊണ്ടാണ് സ്വതന്ത്ര നീതിപീഠം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഫെഡറൽ സ്വഭാവത്തിന് ഉദാഹരണമാണ്. എന്താണ്? സ്വതന്ത്ര നീതിപീഠം അഥവാ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന ഇംഗ്ലീഷിൽ പറയും. ഇനി ഏറ്റവും ആറാമത്തെ പോയിന്റ് എന്താണ്? ദ്വിമണ്ഡല ഭരണ സംവിധാനം, ബൈക്യാമറലിസം എന്ന് ഇംഗ്ലീഷിൽ പറയും. ദ്വിമണ്ഡല ഭരണ സംവിധാനം. എന്താണ് ദ്വിമണ്ഡല ഭരണ സംവിധാനം എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, നമ്മളുടെ പാർലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ പാർലമെന്റ് എന്ന് പറയുന്നത് ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതി ഭവനും കൂടി ചേരുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോക്സഭ എന്ന് പറയുന്നത്, ലോക്സഭയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് മൊത്തമായിട്ടുള്ള ഇന്ത്യയുടെ മൊത്തം പ്രതിനിധികളെയാണ് ലോക്സഭാ അംഗങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. എവിടെ നിന്ന്, ഏത് സംസ്ഥാനത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടാലും അവരെന്താണ്? അവർ ഇന്ത്യ എന്ന് പറയുന്ന യൂണിയന്റെ പ്രതിനിധികളാണ്. എന്നാൽ രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? രാജ്യസഭ എന്ന് പറയുന്നത്, അതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള അംഗങ്ങളാണ്. അങ്ങനെ എന്താണ്? അതുകൊണ്ടാണ് ഈ പറയുന്ന ദ്വിമണ്ഡല ഭരണ സംവിധാനം എന്ന് പറയുന്നത് എന്തായി മാറുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഫെഡറൽ സ്വഭാവമായിട്ട് മാറുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പോയിന്റുകൾ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, കൃത്യമായിട്ടുള്ള അധികാര വിഭജനം, ലിഖിത ഭരണഘടന, ഭരണഘടനയുടെ പരമാധികാരം, സ്വതന്ത്ര നീതിപീഠം, ദ്വിമണ്ഡല ഭരണ സംവിധാനം, ഇവയെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ സ്വഭാവത്തിന് ഉദാഹരണമാണ്. ഇനി യൂണിറ്ററി സ്വഭാവം നമ്മൾ പറഞ്ഞു. എന്താണ്? ഫെഡറൽ സിസ്റ്റമാണ് ഇന്ത്യയിലെങ്കിലും എന്ത് കാണിക്കും? ചില സമയങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം യൂണിറ്ററി സ്വഭാവം കാണിക്കും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം സുശക്തമായിട്ടുള്ള കേന്ദ്രം. അതെ, ഇന്ത്യയിൽ നിലനിൽക്കുന്ന കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകളെ അപേക്ഷിച്ച് വളരെ സുശക്തമാണ്.
അതിനുദാഹരണമാണ് നമ്മൾ പറഞ്ഞ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. കൺകറന്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കുന്നതിന് ആർക്കെല്ലാം അധികാരമുണ്ട്? കൺകറന്റ് ലിസ്റ്റിൽ പറയുന്ന വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരുകൾക്കും എന്തുണ്ട്? അധികാരമുണ്ട്. എന്നാൽ ഒരു വിഷയത്തിൽ എതിരഭിപ്രായമുള്ള 2 നിയമങ്ങൾ നിർമ്മിക്കപ്പെടുകയാണ്. സംസ്ഥാനവും സ്റ്റേറ്റും ഒരു വിഷയത്തിൽ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുള്ള നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടാൽ അവിടെ ആരുടെ നിയമത്തിനായിരിക്കും സാധുതയുണ്ടാവുക? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ നിർമ്മിക്കുന്ന നിയമങ്ങൾക്കാണ് അവിടെ സാധുത ഉണ്ടാവുക. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളായിട്ടുള്ള വിദേശകാര്യം, ഡിഫൻസ്, പ്രതിരോധം ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് അതെന്താണ്? അതൊരു യൂണിറ്ററി സ്വഭാവമാണ്. എന്താണ് വ്യക്തമായിട്ട് ഒരു കേന്ദ്രത്തിൽ തന്നെ എന്താണ് ഒരുവിധപ്പെട്ട എല്ലാ അധികാരങ്ങളും നിലനിർത്തുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് സുശക്തമായിട്ടുള്ള കേന്ദ്രം എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടന പറയുന്ന ആ സ്വഭാവം എന്ന് പറയുന്നത് അതെന്താണ്? അതൊരു യൂണിറ്ററി സ്വഭാവമാണ്. അപ്പൊ എന്താണ് ഒന്നാമത്തെ പോയിന്റ്? സുശക്തമായിട്ടുള്ള കേന്ദ്രം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ഏക ഭരണഘടന. ഇന്ത്യക്ക് ഒരേ ഒരു ഭരണഘടനയേ ഉള്ളൂ. ഈ ഫെഡറൽ സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത, ആ രാജ്യങ്ങളിൽ അവർക്കൊരു യൂണിയന് മൊത്തമായിട്ട് ചിലപ്പോൾ ഒരു ഭരണഘടന ഉണ്ടാകും, ചില സ്റ്റേറ്റുകൾക്ക് അവരുടേതായിട്ട് ഭരണഘടന ഉണ്ടാകും. ഇത് ഫെഡറൽ സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഇന്ത്യ ഫെഡറൽ സിസ്റ്റം ആണെങ്കിലും എന്താണ് ഇന്ത്യക്ക് സംസ്ഥാനങ്ങൾക്ക് എന്താണ് പ്രത്യേകമായിട്ട് ഒരു ഭരണഘടന ഇല്ല. നമുക്ക് ആകെ എന്താണുള്ളത്? ഇന്ത്യക്ക് മൊത്തമായിട്ട് എന്താണ് ഏക ഭരണഘടനയാണുള്ളത്. അത് ഒരു യൂണിറ്ററി സ്വഭാവമാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഏക പൗരത്വം. ഇന്ത്യയിൽ ഏക പൗരത്വമാണുള്ളത്. ഒരേ ഒരു പൗരത്വമേ നമുക്കുള്ളൂ. എന്താണ്? ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യയുടെ പൗരന്മാർ എന്ന് പറയുന്ന ഒരു പൗരത്വം മാത്രമേ നമുക്കുള്ളൂ. എന്നാൽ ഫെഡറൽ സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ എന്താണ് യൂണിയന് മൊത്തമായിട്ടൊരു പൗരത്വം ഉണ്ടാകും. മാത്രമല്ല ചില സ്റ്റേറ്റുകൾക്ക് അവരുടേതായ പൗരത്വം ഉണ്ടാകും. ഇത് ഫെഡറൽ സിസ്റ്റം നിലനിൽക്കുന്ന മറ്റു രാജ്യങ്ങളുടെ പ്രത്യേകതയാണ്. ഇന്ത്യയിൽ ഫെഡറൽ സിസ്റ്റമാണ് നിലനിൽക്കുന്നതെങ്കിലും ഇന്ത്യക്ക് എന്തില്ല? സംസ്ഥാനങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പൗരത്വം നൽകുന്നില്ല. നമ്മളുടെ രാജ്യം ആകെ ഒരു പൗരത്വമാണ് നൽകുന്നത്. അതുകൊണ്ട് ഏക പൗരത്വം എന്നുള്ളത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ യൂണിറ്ററി സ്വഭാവമാണ്. ഇനി നാലാമത്തെ പോയിന്റ് നോക്കുക. സംയോജിത നീതിപീഠം. എന്താണ് സംയോജിത നീതിപീഠം? ഈ സംയോജിത നീതിപീഠം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ പറഞ്ഞു ഫെഡറൽ സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യം അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ എന്താണ് അതായത് യൂണിയന്റെ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് എന്തുണ്ടാവും? യൂണിയന്റേതായിട്ടുള്ള കോർട്ടുകൾ ഉണ്ടാവും. മാത്രമല്ല സംസ്ഥാന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് എന്തുണ്ടാവും? സ്റ്റേറ്റിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് എന്തുണ്ടാവും? സ്റ്റേറ്റിൻ്റെതായിട്ടുള്ള കോടതികൾ ഉണ്ടാവും. അപ്പോൾ യൂണിയൻ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യൂണിയനുമായി ബന്ധപ്പെട്ട കോടതികൾ മാത്രമേ കൈകാര്യം ചെയ്യുകയുള്ളൂ. സംസ്ഥാന നിയമങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആര് മാത്രമേ കൈകാര്യം ചെയ്യുകയുള്ളൂ? സംസ്ഥാന കോടതികൾ മാത്രമേ എന്താണ് കൈകാര്യം ചെയ്യുകയുള്ളൂ. ഇത് ഫെഡറൽ സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ എന്താണ്? നമുക്കൊരു സുപ്രീം കോടതിയുണ്ട്, ഹൈക്കോടതികളുണ്ട്, അതിന് താഴെ എന്താണ് ജില്ലാ കോടതികളും സെഷൻ കോടതികളും എല്ലാം ഉണ്ട്. ഇവരെല്ലാവരും ഇന്ത്യയിൽ മൊത്തം നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളും തന്നെ ഇവരെന്ത് ചെയ്യും? കൈകാര്യം ചെയ്യും. അതുകൊണ്ടാണ് സംയോജിത നീതിപീഠം എന്ന് പറയുന്നത്. എന്താണ്? നമ്മളുടെ യൂണിയൻ നിയമങ്ങൾ മാത്രമല്ല സുപ്രീം കോടതി എന്ത് ചെയ്യുക? കൈകാര്യം ചെയ്യുക. സംസ്ഥാന നിയമങ്ങളും കൈകാര്യം ചെയ്യും. ഹൈക്കോടതി എന്ന് പറയുന്നത് സംസ്ഥാന നിയമങ്ങൾ മാത്രമല്ല കൈകാര്യം ചെയ്യുക. എന്താണ്? യൂണിയൻ നിയമങ്ങളും ആര് കൈകാര്യം ചെയ്യും? ഹൈക്കോടതികൾ കൈകാര്യം ചെയ്യും. അതിനെയാണ് നമ്മൾ സംയോജിത നീതിപീഠം എന്ന് പറയുന്നത്. ഈ സംയോജിത നീതിപീഠം യൂണിറ്ററി സ്വഭാവത്തിന് ഒരു ഉദാഹരണമാണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കുക. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? ഗവർണറുടെ നിയമനം. ഗവർണറുടെ നിയമനം. ഗവർണർ എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം പേരിനാണെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ആരാണ്? അദ്ദേഹമാണ് ആ സംസ്ഥാനത്തിന്റെ തലവൻ എന്ന് ഭരണ തലവൻ എന്ന് പറയുന്നത് ആരാണ്? ഗവർണറാണ്. ഗവർണർ എന്ന് പറയുന്നത് ആരാണ്? ആരുടെ പ്രതിനിധിയാണ്? ഓരോ സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയാണ് ആരെന്ന് പറയുന്നത്? ഗവർണർ എന്ന് പറയുന്നത്. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധിയെ സംസ്ഥാനങ്ങളിൽ നിയമിക്കുന്നത് യൂണിറ്ററി സ്വഭാവത്തിന് ഒരു ഉദാഹരണമാണ്. ഇനി ആറാമത്തേത് അടിയന്തരാവസ്ഥ. നിങ്ങൾക്കറിയാം 3 തരത്തിൽ അടിയന്തരാവസ്ഥകളുണ്ട്.
നാഷണൽ എമർജൻസി ഉണ്ട്, പ്രസിഡൻഷ്യൽ റൂൾ ഉണ്ട്, മാത്രമല്ല സാമ്പത്തിക അടിയന്തരാവസ്ഥയുണ്ട്. ഇതിൽ പ്രസിഡൻഷ്യൽ റൂൾ എന്ന് പറയുന്നത് എന്താണ്? നിലവിലുള്ള ഒരു സംസ്ഥാന സർക്കാരിനെ വേണമെങ്കിൽ ആർക്ക് പിരിച്ചുവിടാം? കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ പിരിച്ചുവിടാനായിട്ട് കഴിയും. കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ എന്ത് കഴിയും? ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ട് അവിടെ എന്താണ് പ്രസിഡൻഷ്യൽ റൂള് നടപ്പിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? അടിയന്തരാവസ്ഥ എന്ന് പറയുന്നതും ഒരു ഇന്ത്യൻ ഭരണഘടന പറയുന്ന ഒരു യൂണിറ്ററി സ്വഭാവമാണ്. ഏറ്റവും അവസാനത്തെ പോയിന്റ് ഓൾ ഇന്ത്യ സർവീസ്. ഓൾ ഇന്ത്യ സർവീസ്, ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? IAS, IPS, IFS എന്ന് പറയുന്ന IRS എന്ന് പറയുന്ന ആ വിഭാഗത്തെയാണ് നമ്മൾ ഈ ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുക, ഏത് സംസ്ഥാനത്തിലായിക്കോട്ടെ അവിടെ ഉള്ള ഭരണകാര്യങ്ങളുടെ തലവന്മാരെന്ന് പറയുന്നത് ആരായിരിക്കും? ഓൾ ഇന്ത്യ സർവീസിലുള്ള അംഗങ്ങളായിരിക്കും. ഈ ഓൾ ഇന്ത്യ സർവീസിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ആരുടെ സ്റ്റാഫാണ്? അത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്റ്റാഫാണ്. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ എന്ന് പറയുന്നത് ആരായിരിക്കും? അതൊരു IPS കാരനായിരിക്കും. എന്താണ് നമ്മളുടെ ഇവിടുത്തെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന പോസ്റ്റാണ്. ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ആരായിരിക്കും? ഒരു IAS കാരനായിരിക്കും. ഇവരെല്ലാം ആരുടെയാണ്? ഇവരെല്ലാം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളികളാണ്. അപ്പോ ഈ ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നതും എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു യൂണിറ്ററി സ്വഭാവത്തിന് ഉദാഹരണമാണ്. അപ്പോ നമ്മൾ എന്തൊക്കെയാണ് യൂണിറ്ററി സ്വഭാവമായിട്ട് പറഞ്ഞത്? സുശക്തമായിട്ടുള്ള കേന്ദ്രം, ഏക ഭരണഘടന, ഏക പൗരത്വം, സംയോജിത നീതിപീഠം, ഗവർണറുടെ നിയമനം, അടിയന്തരാവസ്ഥ, ഓൾ ഇന്ത്യ സർവീസ്. അപ്പോ ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടന ഫെഡറൽ സ്വഭാവം അല്ലെങ്കിൽ യൂണിറ്ററി സ്വഭാവമുള്ള ഒരു ഫെഡറൽ സംവിധാനമാണ്. അതായത് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫെഡറൽ സിസ്റ്റമുള്ള രാജ്യം, ഫെഡറൽ സംവിധാനമാണെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ ഫെഡറൽ എന്ന പദം എന്ത് ചെയ്തിട്ടില്ല? പ്രതിപാദിച്ചിട്ടില്ല. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ഫെഡറൽ എന്ന പദം പ്രതിപാദിച്ചിട്ടില്ല. എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനമാണെന്ന് പറയുമ്പോഴും ഈ ഫെഡറൽ എന്ന് പറയുന്ന പദം ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ എന്ത് ചെയ്തിട്ടില്ല? പ്രതിപാദിച്ചിട്ടില്ല. ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഫെഡറലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിശേഷണങ്ങൾ നമുക്ക് നോക്കാം. കോസി ഫെഡറൽ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയെ കോസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് KC വെയർ ആണ്. ആരാണ്? KC വെയർ. ഇന്ത്യൻ ഭരണഘടനയെ കോസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആര്? KC വെയർ. ഇനി ബാർഗൈനിങ് ഫെഡറലിസം എന്താണ്? ബാർഗൈനിങ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് മോറിസ് ജോൺസ് ആണ്. ആരാണ്? കോസി ഫെഡറൽ എന്ന് KC വെയറും ബാർഗൈനിങ് ഫെഡറലിസം എന്ന് മോറിസ് ജോൺസും ഭരണഘടനയെ വിശേഷിപ്പിച്ചു. ഇനി കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആണ്. ആരാണ്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. 3 വിശേഷണങ്ങളാണ് ഫെഡറൽ എന്ന പദവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തെ എന്താണ്? കോസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് KC വെയർ, ബാർഗൈനിങ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് മോറിസ് ജോൺസ്, കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 5ാമത്തെ സവിശേഷ സ്വഭാവമാണ്. 5ാമത്തെ സലിയൻ ഫീച്ചർ ആണ്. 5ാമത്തെ സലിയൻ ഫീച്ചർ എന്ന് പറയുന്നത് പാർലമെന്ററി ഭരണ സംവിധാനം എന്നുള്ളതാണ്. പാർലമെന്ററി ഭരണ സംവിധാനം, അതായത് പാർലമെന്ററി ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയും. ഈ ആശയം, അതായത് ഈ പാർലമെന്ററി ഭരണ സംവിധാനം എന്നുള്ള ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? നമ്മൾ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് ഈ പറയുന്ന പാർലമെന്ററി ഭരണ സംവിധാനം എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ ഇത് കടമെടുത്തിരിക്കുന്നത്. പാർലമെന്ററി ഭരണ സംവിധാനം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഇനി എന്താണ് ഒരു പാർലമെന്ററി ഭരണ സംവിധാനം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
പാർലമെന്ററി ഭരണ സംവിധാനം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ അടങ്ങുന്ന സഭ, പ്രതിനിധി സഭ ഭരണം നടത്തുന്ന സംവിധാനത്തെയാണ് എന്തെന്ന് പറയുക? പാർലമെന്ററി ഭരണ സംവിധാനം എന്ന് പറയുക. പാർലമെന്ററി ഭരണ സംവിധാനം എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രതിനിധി സഭ ഭരണം നടത്തുന്ന സംവിധാനമാണ്. എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ഭരണം നടത്തുന്ന സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പാർലമെന്ററി ഭരണ സംവിധാനം എന്ന് പറയുന്നത്. ഈ പാർലമെന്ററി ഭരണ സംവിധാനത്തിന്റെ മറ്റു പേരുകളാണ് വെസ്റ്റ് മിനിസ്റ്റേഴ്സ് മോഡൽ. എന്താണ്? ഒന്നാമത്തെ മറ്റൊരു പേരാണ് വെസ്റ്റ് മിനിസ്റ്റേഴ്സ് മോഡൽ. ഉത്തരവാദിത്ത ഗവൺമെന്റ്. എന്താണ്? ഉത്തരവാദിത്ത ഗവൺമെന്റ്, റെസ്പോൺസിബിൾ ഗവൺമെന്റ്, ഉത്തരവാദിത്ത ഗവൺമെന്റ്. ക്യാബിനറ്റ് ഗവൺമെന്റ്, ഇതെല്ലാം എന്താണ്? പാർലമെന്ററി ഭരണ സംവിധാനത്തിന്റെ മറ്റു പേരുകളാണ്. എന്തെല്ലാമാണ്? വെസ്റ്റ് മിനിസ്റ്റേഴ്സ് മോഡൽ, ഉത്തരവാദിത്ത ഗവൺമെന്റ്, ക്യാബിനറ്റ് ഗവൺമെന്റ്. ഇങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് എന്താണ്? ഇങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ഈ പറയുന്ന പാർലമെന്ററി ഭരണ സംവിധാനം തന്നെയാണ്. ഇനി എന്താണ് പാർലമെന്ററി ഭരണ സംവിധാനത്തിന്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് എന്താണ് ഫീച്ചേഴ്സ് ഓഫ് പാർലമെന്ററി ഗവൺമെന്റ് സിസ്റ്റം? എന്താണ് ഫീച്ചേഴ്സ് ഓഫ് പാർലമെന്ററി ഗവൺമെന്റ് സിസ്റ്റം? നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറയുന്ന മന്ത്രിമാർ എവിടെയാണ്? നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളായിരിക്കും. ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? മന്ത്രിമാരെന്ന് പറയുന്നത് എവിടെ അംഗങ്ങളായിരിക്കും? നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളായിരിക്കും. ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? മന്ത്രിമാർ നിയമനിർമ്മാണ സഭ, നമ്മൾ പാർലമെന്റ് എന്ന് പറയും, നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളായിരിക്കും. ഒന്നാമത്തെ പ്രത്യേകതയാണത്. മാത്രമല്ല എക്സിക്യൂട്ടീവ് അഥവാ കാര്യനിർവഹണ വിഭാഗത്തിന് പാർലമെന്റിനോട് അല്ലെങ്കിൽ ഈ പറയുന്ന നിയമനിർമ്മാണ സഭയോട് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. എന്താണ്? രണ്ടാമത്തെ ഫീച്ചറാണ് എക്സിക്യൂട്ടീവിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അതായത് തോന്നുന്ന പോലെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല. നിയമനിർമ്മാണ സഭയിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ ഉത്തരം പറയേണ്ടി വരും. അതായത് എക്സിക്യൂട്ടീവിന് എന്താണ്? എപ്പോഴും പാർലമെന്റിനോട് ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയോട് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. മാത്രമല്ല മറ്റൊരു പ്രത്യേകതയാണ് ഈ പറയുന്ന ഗവൺമെന്റിനെ നയിക്കുന്നത് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ആയിരിക്കും. എന്താണ്? മറ്റൊരു പ്രത്യേകതയാണ് ഗവൺമെന്റിന് നേതൃത്വം നൽകുന്നത് ആരായിരിക്കും? ഒന്നില്ലെങ്കിൽ പ്രധാനമന്ത്രി ആയിരിക്കും, അല്ലെങ്കിൽ ആരായിരിക്കും? സ്റ്റേറ്റുകളിലാണെങ്കിൽ അത് മുഖ്യമന്ത്രി ആയിരിക്കും. ഇതെല്ലാമാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? പാർലമെന്ററി ഭരണ സംവിധാനം ബ്രിട്ടൻ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരു പ്രതിനിധി സഭ ഭരണം നടത്തുന്ന സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? പാർലമെന്ററി ഭരണ സംവിധാനം എന്ന് പറയുന്നത്. മറ്റു പേരുകളാണ് വെസ്റ്റ് മിനിസ്റ്റേഴ്സ് മോഡൽ, ഉത്തരവാദിത്ത ഗവൺമെന്റ്, ക്യാബിനറ്റ് ഗവൺമെന്റ്. അതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രത്യേകതകളാണ് മന്ത്രിമാർ എവിടെയാണ്? നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളായിരിക്കും. എക്സിക്യൂട്ടീവിന് നിയമനിർമ്മാണ സഭയോട് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. ഗവൺമെന്റിന് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയിരിക്കും.
അപ്പോൾ എന്താണ്, നമ്മൾ 5ാമത്തെ ഭരണഘടനയുടെ സവിശേഷ സ്വഭാവവും എന്ത് ചെയ്തു, പഠിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ പറയുന്ന ഭാഗം കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇനിയും അടുത്ത ക്ലാസ്സുകളിൽ മറ്റുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷ സ്വഭാവങ്ങളുമായിട്ട് വീണ്ടും കാണും. ഈ പറഞ്ഞ വിഷയങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും വളരെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.